മൂന്ന് പേരിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരം ലഭിക്കില്ല. കോൺഗ്രസിലെ പതിവ് പല്ലവതി പോലെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കുമെന്ന് ഹൈക്കമാൻഡ് പറയുന്നുണ്ട് എങ്കിലും മല്ലികാർജ്ജുന ഖാർഗെ കർണാടകത്തിലേക്ക് പോയി തീരുമാനം എന്തായാലും അംഗീകരിക്കണമെന്ന് നേതാക്കളോട് ഖാർഗെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചെന്നു. ബാലു, എത്ര ദിവസത്തേക്കാണ് AICC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്വദേശമായ കർണാടകത്തിലേക്ക് പോയത്? ഈ കർണാടകത്തിലേക്ക് നേരത്തെ പോകുവാൻ മല്ലികാർജ്ജുന ഖാർഗെക്ക് യാതൊരു തരത്തിലുള്ള പരിപാടിയുമില്ലായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് അവിചാരിതമായി കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ D. സുധാകരന്റെ നിര്യാണം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് മല്ലികാർജ്ജുന ഖാർഗെ ഇപ്പോൾ ഈ കർണാടകത്തിലേക്ക് പോയിട്ടുള്ളത്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മല്ലികാർജ്ജുന ഖാർഗെ നാളെ മാത്രമേ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തുകയുള്ളൂ എന്നാണ്. കാരണം ഇന്ന് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ട് 4 മണിയോടുകൂടി മടങ്ങിയെത്തിയതിനു ശേഷം കേരളത്തിലെ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഒരുപക്ഷെ സോണിയാഗാന്ധിയും ഉൾപ്പെടെ കൂടിയാലോചനകൾ നടത്തുവാൻ വേണ്ടി ആലോചിച്ചിരുന്നു. ആ ആലോചനകൾക്ക് അതിനുശേഷം ഈ ഔദ്യോഗിക പ്രഖ്യാപനം എന്നൊരു തീരുമാനമായിരുന്നു നേരത്തെ എടുത്തിരുന്നത്. പക്ഷെ ആ തീരുമാനം ഇനിയിപ്പോൾ നടക്കാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. മല്ലികാർജ്ജുന ഖാർഗെ നാളെ ബംഗളൂരുവിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങി എത്തിയതിനു ശേഷം മാത്രമേ വിശദമായ കൂടിയാലോചനകൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മേൽ ഈ പ്രഖ്യാപനം അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുത് എന്ന ഒരു സമ്മർദ്ദം കാര്യമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏതെങ്കിലും തരത്തിൽ ഈ മറ്റൊരു തരത്തിൽ, അതായത് നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പകരം ടെലിഫോണിലൂടെ എങ്ങനെ ചർച്ച ചെയ്ത് ഇത് പ്രഖ്യാപിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ഞാൻ സംസാരിച്ച ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് ഇന്ന് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ്. ഇപ്പോൾ കർണാടകത്തിൽ മന്ത്രിയുടെ നിര്യാണത്തെ തുടർന്നാണല്ലോ AICC പ്രസിഡന്റ് അവിടേക്ക് മടങ്ങിയിരിക്കുന്നത്. അവിടുത്തെ നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ. അദ്ദേഹത്തിന്റെ സംസ്ഥാനമാണ്. സ്വാഭാവികമായി മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകും. ഇപ്പോൾ ടെലിഫോണിലൂടെയുള്ള ചർച്ചയ്ക്കുള്ള സാധ്യത അതും പരിമിതമാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഹൈക്കമാൻഡ് എന്ന നിലയിൽ ഒരുപക്ഷെ സോണിയാഗാന്ധിയുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കില്ലേ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ തീരുമാനമെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പ്രഖ്യാപനമില്ല എന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ തന്നെ സൂചന നൽകുമ്പോൾ നാളെ ഖാർഗെ തിരിച്ചെത്തും. രാഹുലും നാളെ ഉണ്ടോ? രാഹുൽ ഗാന്ധിയും നാളെ ഉണ്ടോ ഡൽഹിയിൽ? രതീഷ്, ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്ന് മാത്രമാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നത്. കാരണം ഈ നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഞായറാഴ്ച ദിവസം ഇങ്ങനെ ഈ തീരുമാനം വൈകുമോ? കാരണം സാധാരണഗതി നമ്മളിൽ പലരും അവധിയുള്ള ദിവസമാണ് ഞായറാഴ്ച. അതുകൊണ്ട് വൈകുമോ എന്നുള്ള ഒരു ചോദ്യത്തിനൊക്കെയാണ് ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ ഖാർഗെക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. അതുകൊണ്ട് ഇനി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന്, ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം ഇന്ന് ഉണ്ടാകില്ല എന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇന്നുള്ള സാധ്യത കുറവാണ്. കാരണം ഖാർഗെ വരണം, ഇത് വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതുകൊണ്ട് ആ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ആ പ്രഖ്യാപനം ഉണ്ടാകുകയുള്ളൂ എന്ന് മാത്രമാണ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കോൺഗ്രസ് ആണ് എന്നെക്കാളും കൂടുതൽ രതീഷിന് അറിയാവുന്നതാണ്, എന്തും സംഭവിക്കാവുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു സാധ്യത നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇതിനൊരു ഉത്തരം പറയാൻ വേണ്ടി കഴിയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയില്ല. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ ഒരുപക്ഷെ ഇന്ന് ഏതെങ്കിലും തരം മറ്റു തരത്തിലുള്ള കൂടിയാലോചനകൾ നടക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ സാധാരണ നിലയിൽ ഗൗരവമുള്ളൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ AICC അധ്യക്ഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ആ ചർച്ച ഇന്ന് നടക്കില്ല എന്ന കാര്യം വ്യക്തമാകുന്നു. ഇനി ടെലിഫോൺ വഴി നേരത്തെ ബാലു സൂചിപ്പിച്ച പോലെ അത്തരം എന്തെങ്കിലും ചർച്ചകൾ നടക്കുമോ, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ? അക്കാര്യങ്ങളൊന്നും ഒരു വ്യക്തതയുമില്ല. എങ്കിലും സ്വാഭാവികമായി അങ്ങനെ ഒരു ചർച്ചയുടെ അന്തരീക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ നാളെയിലേക്ക് ഈ പ്രഖ്യാപനം നീളാൻ ഉള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്.